ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക്, രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തി കേട്ടോ. ടൊമാറ്റോ ചട്നി എന്നും പറയാം, തക്കാളി ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുത്തുന്ന ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും ചേർക്കാം. എനിക്ക് ഇത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകും ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അത്രേ ഉള്ളൂ പണി കേട്ടോ. പിന്നെ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. മല്ലിയില എനിക്കിപ്പോൾ ഇന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ആഫ്രിക്കൻ മല്ലിയില ഉണ്ട്, അത് പൊട്ടിച്ചെടുത്തിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി കഴിയണം കേട്ടോ. വാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്കാളി ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമുക്ക് എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ വറുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് നല്ലത്. ആദ്യം വേണമെങ്കിൽ കുറച്ച് നേരം 2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇടാം. സവാള വഴറ്റുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിടുക. അപ്പോഴാണ് മുറിയുടെ രണ്ടായിട്ട് പിന്നെ അവനൊന്ന് രണ്ടാക്കിയിട്ട് എടുക്കാൻ നോക്കിയതോ. ശരി, അപ്പം ഒന്ന് മൂത്ത് കിട്ടാൻ എളുപ്പമുണ്ടല്ലോ. ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതിയല്ല, അത് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഉള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും ചേർക്കാം. ആളുകളുള്ളതനുസരിച്ചിട്ട് നമുക്ക് തക്കാളിയുടെ അളവ് എല്ലാറ്റിൻ്റെ അളവും കൂട്ടിയിട്ടെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി നല്ലോണം വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് കടുക് വറുക്കണം, എത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിത് തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടു. ഒരു നുള്ളു പഞ്ചസാര. കൂടുതൽ പഴുത്ത തക്കാളി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ, കാരണം അല്ലെങ്കിൽ പുളി കൂടുതലായാൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. പിന്നെ മല്ലിയുടെ ഇല വേണമെങ്കിൽ മല്ലിയുടെ ഇല ചേർക്കാം കേട്ടോ. ഞാൻ ആഫ്രിക്കൻ മല്ലിയുടെ ഇല ആണ് ചേർക്കുന്നത്, ഇവിടെ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചേർത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് മൂടിയാവോ അങ്ങനെ തന്നെ പിടിച്ചെന്നാൽ മതി കേട്ടോ. ചേട്ടനേലും വേണ്ടി പറയുന്നു. ഇതായത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ, നന്നായി അരയ്ക്കാം. നന്നായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കടുക് വറുക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ, കാരണം നമ്മൾ തക്കാളി വഴറ്റുമ്പോൾ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാടാവണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇടാം.
തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തിനു വേണമെങ്കിലും നമുക്കിത് ഈ ചമ്മന്തി ഉപയോഗിക്കാം. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.